തേൻമൊഴിയായി അവർ വരുന്നു, കൊതിയായി കാത്തിരുന്നു. കുരുനിൻ മനം നിറഞ്ഞു ആടിടാം പാടിടാം, കൂട്ടമായി കൂടിടാം നന്മതൻ വഴികളിൽ ഒരുമയായി നീങ്ങിടാം. ഇനി എൻ്റെ കൂടെ നിങ്ങളൊന്ന് പാടിയേ. ആടിടാം പാടിടാം. ഒരാവേശം വരില്ല, എല്ലാവരും ഒന്ന് ഏറ്റുപാടിയേ. ആടിടാം പാടിടാം, കൂട്ടമായി കൂടിടാം നന്മതൻ വഴികളിൽ ഒരുമയായി നീങ്ങിടാം. ഏവർക്കും നമസ്കാരം. ആടാനും പാടാനും കൂട്ടമായി കൂടാനുമൊക്കെയായി ജവഹർ സ്കൂൾ സംഘടിപ്പിച്ച വേനൽക്കാല ക്യാമ്പ് ഇന്നിവിടെ സമാപിക്കുകയാണ്. വ്യക്തിത്വ വികസനത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അറിവുകളിലേക്ക് നയിക്കുന്നതിനും ചിന്തിപ്പിക്കുന്നതിനും പരസ്പരം സഹകരിക്കുന്നതിനുമെല്ലാം സംഘടിപ്പിച്ച ഈ ക്യാമ്പിൽ ഡേ കെയർ ഉൾപ്പെടെ 13 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. അതിനായി സ്കൂൾ കൊയറിനെ ക്ഷണിക്കുന്നു. മനസ്സിൽ നീ ശാന്തിയാകണമേ, എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മിസ്സിനെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. മാനേജർ ഫാദർ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ 1 മാസക്കാലമായി നമ്മുടെ സ്കൂളിൽ നീണ്ടുനിന്ന അവധിക്കാല ക്യാമ്പായ സമ്മർ ഇൻ ജവഹറിൻ്റെ സമാപന ചടങ്ങിനായാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഈ ചടങ്ങിന് ആതിഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദറിനെയാണ് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് അതിനെല്ലാം അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സയ്യിദ് സുബമദിക്കാണ്. പ്രവർത്തിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. നിരവധി കവിതകൾ ഗായകൻ,
അധ്യാപകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. നടൻ കൂടിയായ അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ച് മുഴുവൻ യുഗങ്ങളിലെ നിറസാന്നിധ്യമാണ്. മികച്ച ഒരു നാടക നടൻ കൂടിയായ അദ്ദേഹം ആരോഗ്യ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സായി സബർമതിയെയും അദ്ദേഹത്തിന്റെ വൈഫ് ശ്രീമതി ബിന്ദു ടീച്ചറിനെയും ജവഹർ പബ്ലിക് സ്കൂളിന്റെ ഈ വേദിയിലേക്ക് അദ്ദേഹം സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ ഒരു മാസക്കാലമായി ക്ലാസുകൾ കൈകാര്യം ചെയ്ത അധ്യാപകർക്കാണ്. അവരെ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ഏത് പ്രവർത്തനങ്ങളും വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഇനി സ്വാഗതം പറയാനുള്ളത് ജവഹർ പബ്ലിക് സ്കൂളിലെ അധ്യാപകർക്കാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെയും ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്പെട്ട കുഞ്ഞുമക്കൾക്കാണ്. കഴിഞ്ഞ ഒരു മാസമായി അവർ ഈ ക്ലാസ്സുകളിൽ സജീവമായി പങ്കെടുക്കുകയും ഏറ്റവും വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നു എത്രയും അവർക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ അവർക്കതൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏറെയും സ്നേഹത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ വേനൽക്കാല ക്യാമ്പിൻ്റെ സമാപന ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായ സെയ്ദ് സബർമതി സാറിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശിയായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ ജോഷി മായമ്പറമ്പിൽ CMIയെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. A very good morning to all. Good morning. ഇന്നത്തെ മീറ്റിങ്ങിന് വിശിഷ്ടാതിഥിയായിരിക്കുന്ന സുബ്രഹ്മതി സാർ, ബിന്ദു മാം, വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മാം, സ്റ്റാഫ് സെക്രട്ടറി അശ്വതി മാം, my beloved colleagues, my beloved parents and most beloved children. Maybe when we are thinking about this summer class, why that we are organizing such a summer class, it is very clearly mentioned in our handbook. The CMI educational policy statement. Just I will read it. Education as the integral formation of human person for the fulfillment of his or her individual and social responsibilities. Our educational endeavors aim at forming leaders who are intellectually competent, spiritually mature, morally upright, psychologically integrated, physically healthy, and socially acceptable, who will champion the cause of justice, love, truth,
and peace, and who are over the open to further growth. That is the educational policy statement of CMI education. നമ്മൾ അവധിക്കാല ക്യാമ്പിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? ഒരു മാസം എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും 2 മാസത്തിലൂടെയായിട്ട് കറക്റ്റ് ഏതാണ്ട് 30 വർക്കിംഗ് ഡേയ്സ് ഇതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പരിപാടികൾ, സ്പോർട്സ് ഐറ്റമായിട്ടും പാഠ്യേതര വിഷയങ്ങളായിട്ടും മറ്റു പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയതാണ്. ഒരുപക്ഷെ ഈ വർഷം ഏതാണ്ട് 200-ഓളം കുഞ്ഞുങ്ങളെ പങ്കെടുത്തുള്ളൂ. അടുത്ത വർഷം അതിലും കൂടുതലാകും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവധിക്കാലത്ത് ഇങ്ങനെയൊരു പരിപാടി നടത്തുക എന്ന് ചോദിച്ചാൽ, പലപ്പോഴുമൊക്കെ ഇന്ന് സാഹചര്യങ്ങൾ വ്യത്യസ്തമായി വന്നപ്പോൾ മീഡിയയുടെയും മൊബൈലിൻ്റെയും ഒക്കെ ഉപയോഗങ്ങളും അതിപ്രസരണവുമൊക്കെ ആയപ്പോൾ പലപ്പോഴുമൊക്കെ കുഞ്ഞുങ്ങൾ ഈ മൊബൈലിലേക്കും മറ്റുമൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. എത്ര സമയം വേണമെങ്കിലും മൊബൈലിൽ തോണ്ടിയിരിക്കുന്നതിനും മൊബൈലിൽ കളിക്കുന്നതിനും ഇന്ന് എന്തിന് 1 വയസ്സുള്ള കുട്ടിക്ക് പോലും അടങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ കൊടുക്കുന്നത് മൊബൈലാണ്. അപ്പോൾ ഈ മൊബൈലിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും, വഴക്കുണ്ടാക്കാതിരിക്കും, അപ്പോൾ എൻ്റെ അടുക്കള ജോലികൾ നടക്കും എന്ന് ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കുന്നതും മൊബൈലാണ്. അപ്പോൾ ഏത് കാര്യങ്ങൾക്കും മൊബൈൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാലഘട്ടം ആകുമ്പോൾ ഒരുപക്ഷെ പുസ്തകങ്ങൾക്കും ഇതുപോലെയുള്ള അവധിക്കാല കളികൾക്കും ഒക്കെ ഇന്ന് സ്ഥാനമില്ലാതെ പോകുന്നുവെന്നുള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന കാലത്ത്, ഞങ്ങളൊക്കെ വളർന്നപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളൊന്നും നാട്ടിൻപുറത്ത് അന്ന് സ്കൂളുകളിലൊന്നുമില്ല. മറിച്ച് അവധിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടും, ക്രിക്കറ്റ് കളിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളും, കിളിത്തട്ട് കളിയും, അതിനുശേഷം നാട്ടിൻപുറത്തുള്ള കുളത്തിൽ പോയുള്ള എല്ലാവരുടെ ചാടിയുള്ള കുളിയും, പിന്നെ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട്, നിങ്ങൾ കശുവണ്ടി എന്ന് ഞങ്ങൾ പറയും, കശുവണ്ടി മാവേൽ കയറി അത് പറിച്ചെടുക്കലും, അല്ലെങ്കിൽ പുന്നയ്ക്ക എന്നൊക്കെ നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി ഇതൊക്കെ കൊടുത്ത് കാശ് മേടിച്ച് അന്നന്നത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട്, രസമായിട്ട് എല്ലാവർക്കും കൂടി കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തല്ലിക്കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെ കാലത്ത് തന്നെ ഈ പാല് മിഠായി എന്നും പറഞ്ഞ് അലൂമിനിയം കമ്പിയോ വല്ലോ കുടിച്ചോട്ടോ കൊടുത്താൽ പാല് മിഠായി എന്നും പറഞ്ഞ് വലിച്ചു നീട്ടിത്തരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രിയങ്കരമായിരുന്നു. ഇന്ന് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവരൊക്കെ ഇത് വലിയ സ്റ്റോറി കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ വലിയ ഇൻസിഡൻറ്റ് സംഭവിച്ചതുപോലെയൊക്കെയാണ് അവരിതൊക്കെ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു ചെറുപ്പകാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാട്ടിൻപുറത്തും അതില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, ഈ നാട്ടിൻപുറത്തൊക്കെ കുറേയെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതിനും ക്രിക്കറ്റ് കളിക്കുന്നതിനും ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ അവധിക്കാലത്ത് വെറുതെ വീട്ടിലിരുന്ന് മുഴുവൻ സമയം ചിലവാക്കാതെ കുറേ കാര്യങ്ങളെങ്കിലും അവർ പഠിക്കുന്നതിനും, പ്രത്യേകിച്ച് ഇന്ന് എല്ലായിടത്തും 1, 1.5 ഉള്ളൂ, 2 തികച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചോദിച്ചാലും കയ്യിൽ വാങ്ങിച്ചു കൊടുക്കുന്ന, എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളാണ്. നോ എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. നോ എന്ന് ഒരു കാരണത്തിലും അവരോട് പറയാറില്ല. പേരൻസിന് പറയാൻ പേടിയുമാണ്, നോ എന്ന് പറയാൻ പേടിയാണ്. പക്ഷേ അവർ കൂട്ടുകാരുമൊത്ത് ഈ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ നോ പറയേണ്ടതായിട്ട് വരും, നോ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിക്കേണ്ടതായിട്ട് വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സാമൂഹിക മനോഭാവം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ സ്കൂളിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പറ്റുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 8 പീരീഡ് ക്ലാസ് ഉണ്ട്. 8 പീരീഡിൽ 1 പീരീഡ് വല്ലതായിരിക്കും PT ആയിട്ടൊക്കെ ഉള്ളൂ. മറിച്ച് 7 പീരീഡും വളരെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അധ്യാപകർ എടുക്കുമ്പോൾ, എടുത്തില്ലെങ്കിൽ അതും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്ത് ഇത് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും ജവഹർ ഒരു പരിധിവരെ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഞങ്ങൾ കുഞ്ഞുങ്ങളെ
അനാഥമന്ദിരത്തിൽ കൊണ്ടുപോവുകയും അങ്ങനെ ഓർഫനേജിലുമൊക്കെ സന്ദർശിക്കാനും വാട്ട് പ്രിവിലേജ് ദാറ്റ് വി ഗോട്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് CMI എഡ്യൂക്കേഷണൽ പോളിസി ആയിട്ട് വെച്ചിരിക്കുന്നത് അവർ വളരെ ഇൻ്റലക്ച്വലി കോമ്പീറ്റൻറ്റ്, അത് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു കോമ്പീറ്റൻറ്റ് മേഖലയിലാണ് നമ്മുടെ പഠനമൊക്കെ നടക്കുക. സ്പിരിച്വലി മച്ചുവറായിരിക്കണം അവർ, ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ വളരുന്നവരായിട്ടും മോറലി അപ്രൈറ്റ്. ഇന്ന് മൊറാലിറ്റിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. സൈക്കോളജിക്കലി ഇൻ്റഗ്രേറ്റഡ്, ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാനായിട്ട്, ഫേസ് ചെയ്യുവാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഫിസിക്കലി ഹെൽത്തി ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ, സാമൂഹികമായിട്ടുള്ളൊരു മനോഭാവവും നല്ല ആരോഗ്യമുള്ളവരായിട്ട് അവർ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈ അവധിക്കാലത്തും ക്യാമ്പുകൾ, കുറച്ച് കൂടുതൽ കളികളും കുറച്ച് കൂടുതൽ ആഘോഷങ്ങളും മേളകളും ഒക്കെ ആയിട്ട് സംഘടിപ്പിച്ചത്. അപ്പം അതിന് തീർച്ചയായിട്ടും അംഗത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ അതിനിപ്പോൾ മെമ്പറായിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെയൊക്കെ ജീവിതത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് അശ്വതി മിസ്സും വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മാമും രഞ്ജിനി മിസ്സും ഒക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട്, മറ്റധ്യാപകരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതുപോലെ ഒരു പറ്റം ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരെയൊക്കെ ഇതിനു വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി, ക്ഷണിച്ചു വരുത്തി ഇത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുവാനായിട്ട് അവരൊത്തിരിയേറെ ബുദ്ധിമുട്ടി. വളരെ ഭംഗിയായിട്ട് ഈ ദിവസങ്ങളെല്ലാം മുന്നോട്ട് പോയി. അതിലൊക്കെ ഒത്തിരി എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഇത് നല്ലൊരു അനുഭവമാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റേജ് ഫിയറാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കയറി നിൽക്കുന്നതിനോ ഒരു വാക്ക് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിനോ ഒക്കെ ഇന്ന് പലപ്പോഴുമൊക്കെ അവർക്ക് സാധിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ധൈര്യം പകരുന്നതിനും അവർ പഠിക്കുന്ന കാര്യങ്ങളിലും കളിക്കുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതിനുമൊക്കെ ഇത് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇതിൽ വന്ന് സഹകരിച്ച എൻ്റെ എല്ലാ മക്കൾക്കും, അതുപോലെ അവരെ പറഞ്ഞയച്ച നിങ്ങൾ ഓരോരുത്തർക്കും, മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും അടുത്ത വരും വർഷങ്ങളിലും കൂടുതൽ ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുന്നതിനും നമ്മൾ ഒത്തിരിയേറെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നെ ആളുകളുടെ എണ്ണം കുറവായപ്പോൾ നമ്മളത് കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. 12-13 പ്രോഗ്രാമാണ് അവസാനം നടത്തിയത്. കാരണം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പ്രോഗ്രാംസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ഭംഗിയാക്കുന്നതിന് വരും വർഷങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി വിവിധ ഇനങ്ങളിൽ പരിശീലനം സിദ്ധിച്ച കുട്ടികളുടെ പ്രകടന വിരുന്നിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. In the heart of the forest, where the trees say secrets and the stream sings, there lived a group of curious creatures. Good day friends, I am Peppy the peacock. I feel pretty as a flower too. Good morning, friends. I'm Alan Elephant and I'm as happy as the sun today. Boo boo. Hello everyone. I am Blacky the dog. Boo boo, and I
I feel energetic as a rocket. Boom, boom. Hi, LMM friends. I'm Rocky the parrot. I feel as colorful as the rainbow. How is everyone? I am Bannu the lovebird, and I feel free as the wind. Me, Puppy, and other friends. I see and notice. I feel very fast in the car. Hello friends, I am Sunny Shural and I am feeling as jumping as a rabbit today. Hi all, I am Ricky Rabbit. I am excited. Hello everyone, I am Benny Bear and I am hungry as a bear. We are students of a forest school and today we are going to explore cave in a forest. I can't see anything. I feel confused. There might be something in the dark. I am watchful. Don't worry, friends. I'm feeling protective for every one of us. I am little scared. They stumbled upon a magical doorway. This door is so big. Come on, everyone, let's open it together. It looks strong. Let's find out where it leads to. But first, we need to say the magic word. Open sesame. Open sesame. Wow, look around, friends. We reached the magic garden. I feel like running. I feel like singing. I feel like dancing. They laughed and danced in the garden, their hearts filled with wonder and joy. Come on, friends. Let's go home. Bye bye, man. Bye bye. And they lived happily ever after in the magic forest where dreams take wing. Dear friends, no one is there in the world who hasn't known Tom and Jerry. We have seen them curling with each other all the time. We still love to see them always together, right? Now they are in the house of Tony, who ate sugar and lied to his father.
Let us go there and see what's happening over there. Here we are presenting to you Tom and Jerry. I am Tom. Meow. Do you know I am the one who came to this house first? When I was young, Johnny took me from his grandmother's house. Stop acting, Tom. I was here before you even came. Don't you find me? I am Jerry. Today I screw you. Hello, ask me. Meow. Hey, to touch me. Stop, Jerry. Stop. Stop, Jerry. Stop. Stop. Papa, Mama, what's happening here? The Tom who you brought here is making profits for everyone. Mama, that won't be done by Tom. He has an enemy here. Jerry, it might be him. Wait, maybe. If you continue like this, I will throw them out of the house. You fool, Tom can't even get that little rat. You should steal a Johnny and catch him and show me your power. Yes, today I also saw him stealing the sugar. You Jerry, you just wait and see. Today my friends are coming here and you are going to screw up by them. These are my friends. This is Andy, this is Anna, and this is Sam. Is this the Tom who you said about? He was very pretty and cute. Sorry, there's a dog. Enemy. I am right in front of you. There. I will kill you, Jerry. I already told you, right? You won't be able to catch Jerry. I will show you how to catch him. Just watch me. Hey, just stop there. Jerry, just stop. You guys can't do this. Let me call my papa. If papa comes, you get trouble for stealing and eating the sugar. For that, I have an idea. Come on. Oh, man, you're planning something to do me. Isn't this plan worthwhile? It's super. Okay, let's go. What happened? Has done everything according to your plan? Everything has been done perfectly. We will finish him up today. Johnny, there is your father. He is very angry. Morning. Who done this paper? I was supposed to submit this to my office tomorrow. Papa, I think it's Jerry, Tom's enemy. Jerry? Who is that? Uncle, that's a rat who lives in your home. Uncle, he will be the one who tore your office papers like this. We all saw it. No, Papa, I haven't done this. No, Papa, they are lying. Is he that dangerous? Then I'm going to shoot him to death. If it's a tiger, I know a hunter named Shikari Shambhu. My name is Shikari Shambhu. What's the problem here? Who should shoot and kill now? There is a rat here named Jerry. He is the enemy of our cat Joe. Ours also. You should kill him. This is not big deal for me, sir. Even the lion and tiger are also afraid of my SAS gun. You know? Hey Jerry, you have any last wish? Because after this won't be any. Papa, Johnny, don't. Please believe me. I didn't take that paper. Please don't kill me. You are our Tom's enemy. Tom is our friend. We will do anything for our Tom. But I don't have any friends. I like Tom very much. That's why I wanted to play with Tom. That was my only intention. Kill him now. He destroyed my official papers. I can't bear this. Shambhu, kill him now. If he was not here with me, I'd feel alone in this house. He's the one who makes me more happy. I need him here with me. Tom, is he not our enemy? No, he's not. Perhaps he's my good friend. From today, we are both good friends. Some relationships are like Tom and Jerry. They tease each other, knock down each other, irritate each other, but can't live without each other. Be with your friends as Tom stays with Jerry, always fighting but still can't live without each other. After all, friends are one of the greatest treasures in life. Whether your go-to person is a friend you made as an adult or a long-time childhood friend,
important it is to nurture all relationship. Friendship is accepting a person with all their qualities, good and bad. A friend in need is a friend in need. Darling, Daddy, darling, I love you. I love you. See the baby dancing. See the baby dancing. That's for you. That's for you. Mummy, darling, Daddy, darling, I love you. I love you. See the baby dancing. See the baby dancing. Right for you. Right for you. Are you sleeping? Are you sleeping? Brother Joe, Brother Joe. Morning bells are ringing. Morning bells are ringing. Ding dong bell, ding dong bell. Sun is rising, sun is rising. Wake up, dear, wake up, dear. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. I will wake up, I will wake up. Sister dear, sister dear. Morning bells are ringing, morning bells are ringing. Ding dong bell, ding dong bell. ഉണ്ടക്കണ്ണ് കൊടവയറ് കണ്ടോ ബട്ടൻ മഞ്ഞത്തവള വള്ളിന്റെ ചുമ്മ പപ്പിരിക്കുന്നു തവളക്കെന്തോരാവെള്ളം തവള ഉറക്കെ പാടുന്നു. Thank you. Have a nice day. നെക്സ്റ്റ് കരാട്ടെ. മുമ്പോട്ട് കയറി വാ. മതി മതി. സൈസ മക്സു മക്സുയാമെ റേ യോയ് ഷോമനി റേ യോയിഡാച്ചി ലെഫ്റ്റ് ഹാൻഡ് ഔട്ട് 1 2 3 4 5 6 upper punch 1 2 3 4 5 6 lower punch 1 2 3 4 5 6 double punch 1 2 3 4 5 6 triple punch 1 2 3 4 5 6 Sudhani UK middle block 1 2 3 4 5 6 low upper block 1 2 3 4 5 6 lower block 1 2 3 4 5 6 guard kick 1 2 shouting 3 4 5 6 yoidachi kattasu aiso kodachi pray kattanai yoy 1 2 1 2 1 1
2, 3. 1, 2, 1, 2, 1, 1, 2, 3, 1, 2, 1, 2. જોઈડાજી એ બોજી 10. કે મુશ્ફિડાજી રે કતા નહીં જોય 1, 2, 1, 2, 1, 1, 2, 3, 1, 2, 1, 2, 1, 1, 2, 3, 1, 2, 1. ജോയിഡാച്ച് ഫ്രണ്ടോട്ട് വാ, നിങ്ങൾ ഫ്രണ്ടോട്ട് വാ. ഓക്കെ ബോജി 10. ബോജി ഇങ്ങോട്ട് 10 ചെയ്തോ, ഇങ്ങോട്ട് വാ. മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി കയ്യാലും നീ മരത്തുമ്മേ തൊട്ടാ വീഴും മിഠായി കുട്ടേം മട്ടേം കൊണ്ടേ വന്ന വാരിക്കൂട്ടം മിഠായി വീട്ടി നട്ടാ കേട്ടോ കുട്ടി കിട്ടും മിഠായി ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ.
ആധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു അഴകേ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല തേൻ വണ്ടുക അലരേ തേൻ വണ്ടുക. Next, band display. അസ്തമിക്കാതിട ബാക്കി നിൽക്കേ കാറ്റാൽ പതിച്ചു പഴുത്തിലകൾ അതു കണ്ട പച്ചില കൂട്ടുകാരോ ആർത്തു ചിരിച്ചു അഹന്തയോടെ ഒടുവിലത്തെ ചിരി ബാക്കിയാക്കി
ആർത്തു ചിരിച്ചു മതി മറന്നു. സെയ്ദ് സബർമതി സാറിൻ്റെ പ്രവൃദ്ധമാനസം എന്ന കവിതയിലെ വരികളാണിത്. ഇത്തരത്തിലുള്ള അനേകം കവിതകൾ എഴുതിയ മികച്ച കവിയും പ്രഭാഷകനും അഭിനേതാവും നാടക സംവിധായകനും അധ്യാപകനും ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായ സെയ്ദ് സബർമതി സാറിനെ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനും കവിതാലാപനത്തിനുമായി അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ, വൈസ് പ്രിൻസിപ്പൽ, ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഏറെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായി ഇവിടെ കുഞ്ഞുങ്ങളുടെ ക്യാമ്പിൽ അവർ ആർജിച്ചെടുത്ത, അവർ നേടിയെടുത്ത കലാ കായിക മികവുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ കലാപരിപാടികൾ, കായിക പരിപാടികൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർ നേടിയെടുത്ത ഒരു മഹത്തായ സംരംഭമാണ്. തീർച്ചയായിട്ടും ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഞാനൊരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിരുന്ന് ചിലപ്പോൾ ബോറടിക്കുകയും ഉറക്കം വരികയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഈ കുഞ്ഞുമക്കളെല്ലാം എല്ലാവരും അവിടെ എവിടെ ഇരിക്കുന്നു. കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. അപ്പോൾ അധികവും മുതിർന്ന ആളുകളാണ്, രക്ഷകർത്താക്കളാണുള്ളത്. എങ്കിലും അവരോടുകൂടി സംസാരിക്കാം. കുഞ്ഞുങ്ങളുമുണ്ട്. വർത്തമാനം പറയുന്നില്ല. 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചില ചോദ്യങ്ങളായും, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് ചോദ്യങ്ങളായും ചോദിക്കാം. ഈ മക്കളെല്ലാം റെഡിയല്ലേ? കുഞ്ഞുമക്കളെ, മക്കളിഞ്ഞ് ഫ്രണ്ടിലോട്ട് വാ, ഇവിടെ നോട്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന കുട്ടികളില്ലേ, മക്കൾ, കുഞ്ഞുമക്കൾ വാ. നിങ്ങളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേ? ആ മക്കൾ ഇവിടെ ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. അപ്പോൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? ശരി, നിങ്ങളെല്ലാം ഈ ക്യാമ്പിൽ പങ്കെടുത്തവരല്ലേ? ആണോ? സന്തോഷം. ഈ ക്യാമ്പിൽ കഴിഞ്ഞ 30 ദിവസങ്ങളായി നിങ്ങളുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? എന്താണ് കിട്ടിയത്? അറിവ് കിട്ടി. ശരി, സന്തോഷം. ഒരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ സ്കൂളിലേക്ക് വരുന്നത് എന്തിനാണ് മക്കൾ? ഉറക്കെ പറയണേ. എന്തിനാണ്? പഠിക്കാനാണ് വരുന്നത്. അടുത്ത ചോദ്യം, എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ഉത്തരവില്ലേ? എന്തിനാണ് പഠിക്കുന്നത്? എങ്ങനെ? ഉറക്കെ പറയൂ. കേട്ടില്ല. പള്ളിക്കൂടത്തിൽ വരുന്ന ജോലി കിട്ടാനാ? ഇവിടെ പറഞ്ഞെങ്ങനെയാണ് ജോലി കിട്ടാനെന്നാ? എന്തിനാ പള്ളിക്കൂടത്തിലേക്ക് വരുന്നത്? പഠിക്കാനാണല്ലേ? എന്തിനാ പഠിക്കുന്നത്? ഓ പറയൂ. മിടുക്കൻ, അറിവ് നേടാനാണല്ലേ? അവനൊരു നല്ല കൈയടി കൊടുക്കാം. അവൻ്റെ പേരെന്താ? മുഹമ്മദ് ഷമാം സൽമാൻ. അറിവ് നേടാനെന്നാണ് മുഹമ്മദ് സൽമാൻ പറഞ്ഞത്.
അടുത്ത ചോദ്യം ഇതാണ്: എന്തിനാണ് അറിവ് നേടുന്നത്? എന്തിനാ അറിവ് നേടുന്നത്? പറയൂ, കേട്ടില്ല. ബുദ്ധി വർദ്ധിക്കാനാണല്ലേ. അറിവ് നേടിയാൽ ബുദ്ധി വർദ്ധിക്കുമോ? അറിവില്ലാത്ത എത്രയോ ബുദ്ധിമാന്മാരുണ്ട്. പഠിക്കാത്ത, പള്ളിക്കൂടത്തിലൊന്നും പോകാത്ത എത്രയോ ബുദ്ധിമാന്മാരുണ്ട്, എത്രയോ എഴുത്തുകാരുണ്ട്, എത്രയോ സാഹിത്യകാരന്മാരുണ്ട്. അപ്പം അതും ഒരു ഉത്തരമാണ്. വേറെന്താ പറയാനുള്ളത്? എന്തിനാണ് അറിവ് നേടുന്നത്? നിങ്ങളൊരു ഉഷാറില്ല. ഉഷാറായി പറയൂ. എന്തിനാണ് അറിവ് നേടുന്നത്? പറയൂ. പഠിച്ച് വലുതാകാൻ. ശരി, സമ്മതിച്ചു. എന്തിനാ വലുതാകുന്നത്? എന്തേ? ജോലി കിട്ടാൻ അല്ലേ? എന്തിനാ ജോലി കിട്ടുന്നത്? അതാണ്. എന്തിനാണ്? ഉറക്കപ്പറ. പൈസ കിട്ടാനാണ് അല്ലേ? എന്തിനാ പൈസ? എന്തിനാ പൈസ? വീട്ടിലേക്കുള്ള സാധനം വാങ്ങാനോ? പിന്നെ എങ്ങനെ മോനെ? അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലേ? അപ്പൊ എന്തിനാ പൈസ? എന്തിനാ അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? എന്തേ? അതാരോ ഒരു കുഞ്ഞു ശബ്ദം ഞാൻ കേട്ടു. എന്തിനാ പണം? എന്തിനാ? ജീവിക്കാൻ അല്ലേ? അതാ മിടുക്കി. അവൾക്കൊരു കൈയടി കൊടുക്കാം. ആ ചുവന്ന മാലാഖയ്ക്ക് ഒരു കൈയടി കൊടുക്കാം. ജീവിക്കാനാണ് പണം അല്ലേ? നമ്മൾ പഠിക്കുന്നത്, പഠിച്ച് ജോലി നേടുന്നത്, ജോലി നേടി സമ്പാദിക്കുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. അടുത്ത ചോദ്യം ആലോചിച്ചുത്തരം പറയണം. രക്ഷകർത്താക്കൾക്കും ഉത്തരം പറയാം. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. എന്തിനാണ് ജീവിക്കുന്നത്? നന്മകാര്യങ്ങൾ ചെയ്യാൻ. അതിനു വേണ്ടിയാ മാത്രമാണോ? എന്തിനാ ജീവിക്കുന്നത്? എങ്ങനെ? ദൈവത്തിനെ ഓർത്ത് ജീവിക്കാൻ. എല്ലാവരും ദൈവത്തിനെ ഓർത്താണോ ജീവിക്കുന്നത്? ആണോ? അല്ല. പിന്നെന്തിനാ? എന്തിനാ ജീവിക്കുന്നത്? എന്ത് മക്കളെ? നന്മ ചെയ്യാൻ അല്ലേ? ഇപ്പോൾ പല ഉത്തരങ്ങളാണ്. ജീവിക്കുക എന്നതിനപ്പുറത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അല്ലേ? എങ്ങനെ ജീവിക്കണം? നന്മ ചെയ്ത് ജീവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടയാളം ഇട്ടു പോകണം. ആ അടയാളമാണെന്തോന്ന്? നന്മ, മറ്റുള്ളവരെ സഹായിക്കൽ അല്ലേ? ഞാൻ ഇവിടെയുണ്ടെന്ന് അറിയിക്കുവാൻ മധുരമൊരു കൂവൽ മാത്രം മതി എന്ന് പറഞ്ഞതൊരു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ്. നമ്മളിവിടെ നിന്നുണ്ട് അറിയിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളില്ലേ? എന്താ നിങ്ങളുടെ ലക്ഷ്യം? എന്താകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തിനാ, എന്താകാൻ വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്? പറയൂ. ഡോക്ടർ അല്ലേ? ഡോക്ടറാകാൻ എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കേ. ഡോക്ടർമാർ കൈ ഉയർത്തിക്കേ. 2 ഡോക്ടറേ ഉള്ളൂ. കുറവാണോ ഇവിടെ? പിന്നെ വേറെന്തിനാ? പോലീസ് അല്ലേ? ആരാ പോലീസാകേണ്ടത്? പോലീസുകാരെ പൊക്കിക്കേ. ഒരാൾ പോലീസ്. അടുത്ത് പിന്നെ ഫുട്ബോളർ അല്ലേ? പിന്നെ IPS ഓഫീസർ. ആർക്കൊക്കെ ആവണം?
IPS ഓഫീസറുടെ കൈകൾ ഒരുപാട് ഉയർന്നു അല്ലേ? IPSഉം IASഉം ഒക്കെ ആകാൻ പുറകിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡോക്ടറാകണമെന്നും നമ്മൾ എൻജിനീയർ ആകണമെന്നും പോലീസ് ആകണമെന്നും IPS ഓഫീസർ ആകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറണം എങ്കിൽ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം, നന്നായി പഠിക്കണം. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കാൻ ജീവിതത്തിൽ നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം പ്രാവർത്തികമാക്കിയാൽ മതി. 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ, അത് നിങ്ങൾ അനുസരിക്കുമോ, ചെയ്യുമോ? ഉറക്കെ, അതെല്ലാം ഉറക്കെ പറയണം, നല്ല ഉഷാറായി. അതാണ് ആ 2 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ? ഇല്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, രണ്ടും സിമ്പിളാണ്, വളരെ ലളിതമായ കാര്യങ്ങളാണ്. അതിലൊന്ന് ശ്രദ്ധയാണ്. എന്താണ് ശ്രദ്ധ? എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ? അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധ? നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യണം. അശ്രദ്ധമായിരുന്നാൽ ജീവിതം എന്ത് ചെയ്യും? തകർന്നു പോകും, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് പോകില്ല. നിങ്ങൾ ശ്രദ്ധയുള്ള കുട്ടികളാണോ? ഉറക്കെ പറ. ശ്രദ്ധയുള്ള കുട്ടികളാണോ? ആണോ? അല്ല. നിങ്ങൾ ശ്രദ്ധയുള്ള കുട്ടികളല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കില്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ചോറ് കഴിക്കുന്നത് കൈ കഴുകിയിട്ട് വാരിയങ്ങ് വലിച്ചങ്ങ് തിന്നും, ആണോ? കറിയെല്ലാം ഒഴിച്ച് കുഴച്ച് കഴിക്കും അല്ലേ? അങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഭക്ഷണം വളരെ വിലപ്പെട്ടതാണെന്നറിയാലോ. ഒരു വറ്റുപോലും താഴെ വീഴാതെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കള്ളം പറയരുത്. ടീച്ചർമാരാ, രക്ഷകർത്താക്കളാരോ കൈവക്കി അല്ല. ഞാനൊരു കഥ പറഞ്ഞു തരാം, ഒരു സംഭവം പറഞ്ഞു തരാം. തമിഴിൽ പ്രശസ്തനായ ഒരു കവിയുണ്ടായിരുന്നു, ഒരു പണ്ഡിതനുണ്ടായിരുന്നു. തിരുവള്ളുവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തിരുവള്ളുവർ കേട്ടിട്ടുണ്ടോ? തിരുവള്ളുവർ ഇല്ല. കന്യാകുമാരിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? വിവേകാനന്ദ പാറയിൽ പോയിട്ടുണ്ടോ? കന്യാകുമാരി നോക്കുമ്പോൾ അങ്ങ് അകലെ വിവേകാനന്ദ പാറ കാണാം. തൊട്ടടുത്ത് ഒരു വലിയ പ്രതിമ നിൽപ്പുണ്ട്, അത് തിരുവള്ളുവരുടെ പ്രതിമയാണ്. ആ തിരുവള്ളുവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാലിച്ചിട്ടുള്ളൊരു കാര്യം ശ്രദ്ധയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയും, എനിക്ക് കുറച്ച് വെള്ളവും ഒരു കിണ്ടിയിൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു സൂചിയും കൊണ്ടുവെക്കണമെന്ന് പറയും. എല്ലാ ദിവസവും ഭാര്യ ആ ഭക്ഷണം ഭർത്താവിന് വിളമ്പിക്കൊടുക്കുന്നു. ഭർത്താവ് വളരെ ശ്രദ്ധയോടുകൂടി അത് കഴിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ കൊണ്ടുവയ്ക്കുന്ന വെള്ളവും സൂചിയും അദ്ദേഹം ജീവിതാവസാനം വരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മരണസമയമെത്തി, മരിക്കാറായി. ആ മരണസന്ദർഭത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് തിരുവള്ളുവർ ചോദിച്ചു, നിനക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ. അദ്ദേഹം ഭാര്യ പറഞ്ഞു, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ്? അങ്ങ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളവും സൂചിയും കൊണ്ടുവെക്കാൻ എന്നോട് പറയുമായിരുന്നു. പക്ഷെ ഇന്നുവരെ ആ വെള്ളവും സൂചിയും അങ്ങ് ഉപയോഗിച്ചത് ഞാൻ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, നീ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എനിക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത്.
ഞാനും അത് ശ്രദ്ധയോടുകൂടിയാണ് കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നതിനിടയിൽ അബദ്ധത്തിനെങ്ങാനും ഒരു ചോറ് ഒരു വറ്റ് താഴെ വീണു പോയാൽ ആ വീഴുന്ന ചോറ് കുത്തിയെടുക്കാൻ വേണ്ടിയാണ് സൂചി. അല്ലാതെ എടുത്താൽ എന്തു ചെയ്യും? ചിലപ്പോൾ അത് മണ്ണ് പറ്റി ചിലപ്പോൾ ചീത്തയായി പോവും. വളരെ സോഫ്റ്റ് അല്ലേ, പിതുങ്ങിപ്പോവും. അത് കഴുകി വീണ്ടും കഴിക്കാൻ വേണ്ടിയാണ് വെള്ളം. അപ്പോൾ വളരെ ശ്രദ്ധപൂർവ്വം നമ്മളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റും എന്താണ്? എച്ചിലാണ്, ചോറാണ്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഭക്ഷണം കഴിക്കരുത്. ഒരു വറ്റുപോലും നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റായി പോകാൻ പാടില്ല. ഇന്നു മുതൽ നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുമോ? ഉറക്കെ ശ്രദ്ധിക്കുമോ? നല്ല കുട്ടികൾ. അപ്പോൾ ശ്രദ്ധയുണ്ടാകണം. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധയുള്ളവരാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരാണ്. നിങ്ങൾ ഇരിക്കുന്നത് പോലും അശ്രദ്ധമായിട്ടല്ലേ? നോക്കൂ, രക്ഷകർത്താക്കളായാലും ടീച്ചേഴ്സായാലും നിങ്ങൾ ഇരിക്കുന്നത് പോലും ശ്രദ്ധാപൂർവമാണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, അലസമായിരിക്കുന്നവരുണ്ട് അല്ലേ? നമ്മൾ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ വൃത്തിയുള്ളതാണോ? അവിടെ എന്തെങ്കിലും അപകടം പറ്റുമോ? നമ്മൾ ഇരുന്നാൽ കസേര മറിയുമോ? കസേരയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇരിക്കുക, അല്ലെങ്കിൽ തലകുത്തനെ വീഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ല. ശ്രദ്ധയുള്ളവരാണോ? ആണ്. ഉറക്കെ പറ. ആണോ? അല്ല എന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ തരാം. ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ്. പരീക്ഷണം തയ്യാറാണോ നിങ്ങൾ? ആണോ? രക്ഷകർത്താക്കൾക്കും ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കാം, അധ്യാപകർക്കും പങ്കെടുക്കാം. കാരണം രക്ഷകർത്താക്കളാണ് കുട്ടികളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകരാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ശ്രദ്ധിക്കണം. ഈ പരീക്ഷണം നടത്താൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? തയ്യാറാണോ? രക്ഷകർത്താക്കൾ തയ്യാറാണോ? അനക്കമില്ല. ഒന്ന് പറ. റെഡിയാണോ? ശരി. അതും വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധയുള്ളവരാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം. ഞാൻ ഇവിടെ നിന്നിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം. ആദ്യം ഒന്ന് കൈയടിച്ച് നോക്കട്ടെ, നല്ല സ്ട്രോങ് ആയിട്ട്. ശരി, കുറച്ചുകൂടെ ഉഷാറായിട്ട് അടിച്ച്. ശരി, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈയടിച്ചു. തയ്യാറാണോ? ശരി, റെഡി. ഇതാണ് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞത്. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും, അപ്പോഴാണ് കൈയടിക്കേണ്ടത്. ഞാൻ പറയുന്നതിന് മുമ്പ് കൈയടിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ല, രക്ഷകർത്താക്കളും ശ്രദ്ധയുള്ളവരല്ല. ശ്രദ്ധിച്ചിരിക്കണേ. റെഡി. റെഡി 1 2 3 എന്ന് സ്റ്റാർട്ട് പറയും, അപ്പോഴേ കൈയടിച്ചാൽ മതി. കേട്ടോ? റെഡിയല്ലേ? റെഡി. ഇടയ്ക്കടിക്കല്ലേ. റെഡി 1 2 3 സ്റ്റാർട്ടാണ്. റെഡി 1 2 3 4. മിടുക്കന്മാരായ രക്ഷകർത്താക്കളും മിടുക്കികളായ രക്ഷകർത്താക്കളും നല്ല കുട്ടികളും നല്ല അധ്യാപകരും. ഞാൻ എന്താ പറഞ്ഞ? റെഡി 1 2 3 സ്റ്റാർട്ട്. അത് കേട്ടിട്ടേ കൈയടിക്കാവൂ എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് ഞാൻ 3 പറഞ്ഞ് സ്റ്റാർട്ട് പറഞ്ഞില്ല, പകരം എന്താ പറഞ്ഞേ?
4 പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൈയടിച്ചു. ശ്രദ്ധിച്ചില്ല. ശ്രദ്ധ. ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിപ്പോയാൽ എല്ലാം തകർന്നു പോവും. അല്പ അശ്രദ്ധ മതി. നമ്മൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഒരു നിമിഷം ഒന്ന് ഉറങ്ങിപ്പോയാൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ എല്ലാം തകർന്നു പോകും. ഒന്നുകൂടെ നോക്കട്ടെ. തയ്യാറാണോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ തോറ്റു. ഞാൻ റെഡി പറഞ്ഞില്ല. നമ്മൾ അത്രയും സൂക്ഷ്മതയോടെ അത്രയും ശ്രദ്ധയോടുകൂടി ഇരുന്നില്ലെങ്കിൽ നമ്മൾ പാളിപ്പോവും കേട്ടാ. ഇനി വേണോ ഒന്നുകൂടെ? രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത്രയേറെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന അത്രയും ശ്രദ്ധ വേണ്ടേ? ലാസ്റ്റ് അവസാനം. റെഡി? 1 2 3. ഇവിടെ ഞാൻ കൈയടിക്കും. ഇവിടെ നിങ്ങൾ വിജയിച്ചു. ഇപ്പൊ ശ്രദ്ധയുണ്ട് നിങ്ങൾക്ക്. റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണ്? ശ്രദ്ധ വേണം. ആ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? രണ്ടാമത്തത് വിനയമാണ്. എന്താണ് വിനയം? എന്താ വിനയം എന്ന് പറഞ്ഞാൽ? വിനയം ബഹുമാനം, ആദരവ്. ആരോടാ നമ്മൾ വിനയം കാണിക്കേണ്ടത്? വിനയം കാണിക്കേണ്ടത് ആരോടൊക്കെ? മാതാപിതാ ഗുരു ദൈവമെന്നാണ്. 1 സ്ഥാനമാർക്ക് അമ്മയ്ക്കാണ്, 2 പിതാവിനാണ്, 3 ഗുരുവിനാണ്, അല്ലേ? ഭാരതീയ സംസ്കാരം പറയുന്നതാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, അല്ലേ? നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ അയാളോട് നമ്മൾ ആദരവ് കാണിക്കണം. മാതാവിനോട്, പിതാവിനോട്, ഗുരുനാഥനോട് ആദരവ്, നമ്മളെക്കാൾ മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം. ആ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങളിലെത്താൻ കഴിയും. അങ്ങനെ വിനയമുള്ള, ശ്രദ്ധയുള്ള കുട്ടികളായി നിങ്ങൾ മാറണം എന്നാണ്, അങ്ങനെയുള്ള രക്ഷകർത്താക്കളായി മാറണം എന്നാണ്, അങ്ങനെയുള്ള അധ്യാപകരായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 1 മാസക്കാലമായി നിങ്ങൾ വളരെയേറെ പരിശ്രമത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. പാട്ടും നാടകങ്ങളും അതുപോലെ ഡാൻസും, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്തു. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത്, നമ്മൾ എപ്പോഴും രക്ഷകർത്താക്കളോട് കരുണയുള്ളവരായിരിക്കണം, മാതാപിതാക്കളോട്. ഇവിടെ ആങ്കറിങ് ചെയ്ത പ്രിയപ്പെട്ട മോള് ഞാൻ എഴുതിയൊരു കവിതയുടെ ആദ്യത്തെ കുറേ വരികൾ പറഞ്ഞു. ആ കവിതയുടെ പേര് പ്രവൃദ്ധമാനസം എന്നാണ്. ഞാൻ ആ കവിത കൂടെ ചൊല്ലി അവസാനിപ്പിക്കാം. ഈ കവിത എഴുതാനുണ്ടായ ഒരു സാഹചര്യം കൂടെ പറയാം. അതിവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളും രക്ഷകർത്താക്കളും കേൾക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളേറെ വേദനിപ്പിച്ച ഒരു അനുഭവത്തിൽ നിന്നും എഴുതിയ ഒരു കവിതയാണത്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കാട്ടാക്കട എന്ന് പറയുന്ന, പൂവച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കാട്ടാക്കട ഒരു വൃദ്ധസദനമുണ്ട്. സർക്കാരിൻ്റെ കീഴിലുള്ളൊരു വൃദ്ധസദനമാണ്, കുളത്തോട്ടുമല എന്ന് പറയുന്ന വൃദ്ധസദനം. ആ വൃദ്ധസദനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി എല്ലാ ഓണക്കാലത്തും തിരുവോണത്തിന് ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ആ തിരുവോണ സദ്യ ഉണ്ണുന്നത് ആ കുളത്തോട്ടുമലയിലെ പ്രിയപ്പെട്ട അന്തേവാസികളോടൊപ്പമാണ്. കുറേ അച്ഛന്മാരാണ്, 10-20
വൃദ്ധരായ, മക്കൾ ഉപേക്ഷിച്ച, വീട്ടുകാരില്ലാത്ത, ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചു പോയ കുറേ രക്ഷകർത്താക്കൾ, കുറേ അപ്പൂപ്പന്മാർ, അവരുടെ അടുത്തുപോയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണക്കാലത്ത് ഞങ്ങൾ അവിടെ പോകുന്നു. അവിടെയുള്ള അന്തേവാസികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, സദ്യ കഴിച്ചു. അവർക്ക് ഞങ്ങൾ ഓണക്കോടിയെല്ലാം കൊടുത്തു. അവരോടൊപ്പം കുറേ കളി തമാശകളെല്ലാം പറഞ്ഞ് തിരികെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ആ വൃദ്ധസദനത്തിൻ്റെ വരാന്തയിൽ കറുത്തു മെലിഞ്ഞൊരു മനുഷ്യനിരിക്കുന്നു, ചാരിയിരിക്കുകയാണ്, ഒരു തൂണിൽ ചാരിയിരിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ആ വൃദ്ധനായ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ 2 ഭാഗത്തുകൂടെ കണ്ണുനീരൊലിച്ചിറങ്ങുന്നു. അടുത്ത് ചെന്നു, അച്ഛാ എന്താ? ഒരു 10 മിനിറ്റ് നേരം അദ്ദേഹം മിണ്ടിയില്ല. കുറേ കഴിഞ്ഞ് ആ മനുഷ്യൻ ദീർഘനിശ്വാസം വിട്ടിട്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞ വാക്കിതാണ്, മക്കളെ, എനിക്ക് 10 മക്കളുണ്ട് എന്നാണ്. മക്കളെ, എനിക്ക് 10 മക്കളുണ്ട് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 10 മക്കളുള്ള ഒരു പിതാവ് ഒരു വൃദ്ധസദനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാളുകൾ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇക്കാലത്ത് നിങ്ങൾ മക്കളെ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരാണ് നമ്മൾ. പഴയതുപോലെ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ 1, 1.5, 2 ഒക്കെ ഉള്ളൂ ഇന്ന്. നിലത്ത് വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന് വിചാരിച്ച് തറയിലും തോളത്തും വയ്ക്കാതെ വളർത്തുന്ന മക്കളാണ്. അതുപോലെയാണ് ഈ അച്ഛനും ഈ 10 മക്കളെയും വളർത്തിയിട്ടുണ്ടാവുക. ഈ 10 മക്കളും ഞാൻ ഇവിടെ നിങ്ങളോട് വർത്തമാനം പറയുമ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ 10 മക്കളിൽ 8 ആൺമക്കളാണ്, 2 പെൺകുട്ടികൾ. ആ ആൺമക്കളിൽ 4 പേർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, 4 പേർ വിദേശത്താണ്. ആലോചിച്ച് നോക്കൂ, ഈ സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാൻ, ഇവരെ പഠിപ്പിച്ച് വലുതാക്കി ഇത്രയൊക്കെ ഉയരത്തിലെത്താൻ ആ മനുഷ്യനെടുത്ത ത്യാഗം എന്തായിരിക്കും? അദ്ദേഹം ഒരു കർഷകനായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ആ കർഷകപ്പണി കൊണ്ട്, കൃഷിപ്പണി കൊണ്ട് മക്കളെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അവസാനം മരിക്കുമ്പോൾ ഒരാൾ പോലും ആ മനുഷ്യൻ്റെ മൃതദേഹം കാണാൻ പോലും പോയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ 10 മക്കൾ തൊട്ടടുത്തൊക്കെ തന്നെ അവരുണ്ട്. ആ 4 മക്കളിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരാൾ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്, ഒരാൾ ഹെൽത്ത് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരാൾ അധ്യാപകനാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകൻ അയാളുടെ മകനായി പിറന്നല്ലോ എന്നോർത്ത് നമുക്ക് സങ്കടപ്പെടാം. അങ്ങനെ ആ 10 മക്കൾ, അയാൾ മരിക്കാൻ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആ പിതാവ് മരണപ്പെട്ടു പോയി. ആ വൃദ്ധസദനത്തിൽ കിടന്നാണ് മരിച്ചത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ ആ പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും ഈ 10 മക്കളിൽ ഒരാൾ പോലും ചെന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സുഹൃത്തുക്കൾ, ആ അന്തേവാസികൾ, അവരുടെ എല്ലാവരും ചേർന്ന് ആ പിതാവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. നോക്കൂ, ജീവിതത്തിൽ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ കരയുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു 3 മാസം നമ്മൾ കിടന്ന കിടപ്പിൽ കിടക്കും, പിന്നെ അമ്മയൊന്നെടുത്ത് കമിഴ്ത്തിക്കിടത്തും, പിന്നെ ഒരു 6 മാസമാകുമ്പോൾ ഒന്ന് പിടിച്ചിരുത്തും. ആ പിടിച്ചിരുത്തി പിന്നെ കുറേ കഴിയുമ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തും, പിന്നെ കൈപിടിച്ച് പിച്ച നടത്തും, പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങും. ആ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചാണ് നമ്മുടെയൊക്കെ ഈ നിലയിലെത്തിയതെന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ രക്ഷകർത്താക്കളെ ജീവിതാവസാനം വരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. ആ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. ഈ കവിതയിൽ നിങ്ങളുണ്ട്, ഞാനുണ്ട്, നമ്മുടെ കുഞ്ഞുമക്കളുമുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ ആ കവിതയിൽ നമ്മളെ തന്നെ കാണാൻ കഴിയും. കവിതയുടെ പേര് പ്രവൃദ്ധ മാനസം. പ്രവൃദ്ധ മാനസം.
അസ്തമിക്കാനിട ബാക്കി നിൽക്കേ കാറ്റാൽ പതിച്ചു പഴുത്തിലകൾ. അതു കണ്ട പച്ചില കൂട്ടുകാരോ ആർത്തു ചിരിച്ചു വഹന്തയോടെ. ഒടുവിലത്തെ ചിരി ബാക്കിയാക്കി ആർത്തു ചിരിച്ചു മതി മറന്നു. എത്ര ശ്രമിച്ചിട്ടുമൊട്ടൊടുവിൽ സത്യം പഴുത്തിലയായി പതിച്ചു. എത്ര ശ്രമിച്ചിട്ടും എത്ര തടുത്തിട്ടും ആ സത്യം, വാർദ്ധക്യമെന്ന സത്യം ഒരു പഴുത്ത ഇലയായി ഭൂമിയിലേക്കു പതിച്ചു. ഓർമ്മയ്ക്കു ചന്ദന ഗന്ധമില്ല, കാഴ്ചയ്ക്കൊരാകാശ നീലയില്ല. ഇന്നലെ പെയ്ത മഴയ്ക്കു പക്ഷേ ശതകോടി രാവിൻ്റെ ദൈർഘ്യമായി. ആരവക്കടലിലെ ഏകാന്ത ദ്വീപിൽ കാലുകൾ മെല്ലെ ചവിട്ടി നോക്കാം. പതറാതിരിക്കുവാനൊന്നു വേടി കുടയായി കരുതിയതെന്തു ഭാഗ്യം. കണ്ണാടിയിൽ നോക്കി ആദ്യമായി കണ്ട നരച്ച തലമുടിയെ മെല്ലെ പറിച്ചു രഹസ്യമാക്കി പാഴ്ചെളിക്കുണ്ടിൽ കളഞ്ഞിരുന്നു. ജീവിത പെരുമഴയിൽ ചേമ്പിലത്തണ്ടുമായി ദൂരങ്ങളേറെയും താണ്ടിടുമ്പോൾ പിന്നിൽ നിശബ്ദമായി വീണുടഞ്ഞു എന്നെ ഞാൻ ആദ്യമായി കണ്ട കണ്ണാടി. പിന്നീട് വന്നവർ കണ്ണാടിച്ചില്ലുകൾ കൈമുറിയാതെ വലിച്ചെറിഞ്ഞപ്പോൾ തലമുടിയാകെ വെളുത്ത മേഘങ്ങൾ കൊണ്ടൊരു മഞ്ഞുകൂടാരമായി. ഇന്നലെ കണ്ട കിനാവുകൾക്കെല്ലാം ഇന്ന് നരച്ച നിറമായിരുന്നു. ഇന്നലെ കണ്ട കിനാവുകൾക്കെല്ലാം ഇന്നു നരച്ച നിറമായിരുന്നു. പിന്നിൽ മകന്റെ വെളിപ്പെടുത്തൽ. പ്രായമായി മൂലക്കൊതുങ്ങിടേണം. ഇന്നലെ കണ്ട കിനാവുകൾക്കെല്ലാം ഇന്ന് നരച്ച നിറമായിരുന്നു. പിന്നിൽ മകന്റെ വെളിപ്പെടുത്തൽ. പ്രായമായി മൂലക്കൊതുങ്ങിടേണം. മനസ്സിൽ കളിക്കൂട്ടുകാരി ചൊല്ലി, മനസ്സിൽ കളിക്കൂട്ടുകാരി ചൊല്ലി, ഇനി വരും നാളുകൾ ഒതുക്കമാകും. ഒതുങ്ങിയില്ലെങ്കിൽ ഒതുക്കിയേക്കും തൻവിരൽ തൊട്ടു നടന്ന മക്കൾ. ഒരു നടുക്കത്തോടെ കണ്ട വാക്ക്, നെഞ്ചുരുക്കത്തോടെ കേട്ട വാക്ക്. വൃദ്ധാലയം കണ്ടു ഞെട്ടി വൃദ്ധൻ പെട്ടെന്നു മനസ്സിൽ തെളിഞ്ഞു വന്നു. പുത്തനുടുപ്പിട്ടു ബാഗുമായി ആദ്യക്ഷരം തന്ന മഴദിനത്തിൽ ജാലകപ്പഴുതിലൂടെത്തി നോക്കി കരയുന്ന പുത്രന്റെ ദൈന്യവദനം. പുസ്തക സഞ്ചി വലിച്ചെറിഞ്ഞ് ഒറ്റപ്പെടുത്തല്ലേ എന്നു കെഞ്ചും പുത്രനെ കണ്ട് കരഞ്ഞൊരച്ഛൻ വൃദ്ധാലയത്തിലെ വിജനവരാന്തയിൽ വാക്കുകളില്ലാതെ കേണിടുമ്പോൾ കണ്ണീര് കൊണ്ട് നനഞ്ഞിരുന്നു. അടുത്തൂണായി കിട്ടിയ പിടിപ്പണവും യാത്രക്കൊരുക്കിയ പാഴ്സഞ്ചിയും. ബാക്കിയായി നിൽക്കും കണക്കുകളും പറയാതെ പോയൊരാ വാക്കുകളും കരയാതെ നിർത്തിയ കണ്ണീരുമായി പറയുന്നു വൃദ്ധൻ സ്വയമിങ്ങനെ.
ബാക്കിയായി നിൽക്കും കണക്കുകളും പറയാതെ പോയൊരാ വാക്കുകളും കരയാതെ നിർത്തിയ കണ്ണീരുമായി പറയുന്നു വൃദ്ധൻ സ്വയമിങ്ങനെ. കടലിരമ്പുന്നുണ്ട് ഹൃത്തടത്തിൽ ഇനിയാർക്കു നൽകുമി സ്നേഹദുഗ്ധം. കടലിരമ്പുന്നുണ്ട് ഹൃത്തടത്തിൽ ഇനിയാർക്കു നൽകുമി സ്നേഹദുഗ്ധം. കടലിരമ്പുന്നുണ്ട് ഹൃത്തടത്തിൽ ഇനിയാർക്കു നൽകുമീ സ്നേഹദുഗ്ധം. കടലോളം സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്, കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ജീവിതാവസാനം വരെ അവരെ നെഞ്ചോട് ചേർത്തു വെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ. വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി സെയ്ദ് സബർമതി സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. സമ്മർ ഇൻ ജവഹറിൻ്റെ ഭാഗമായി അബാക്കസ് ആൻഡ് ചെസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൻ്റെ വിന്നേഴ്സിനെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. അബാക്കസ്, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആദിഷ് പി നായർ, അദവ് പി നായർ, വൈഷ്ണവ് ആർ. Second prize goes to Kashidev S. Participation certificate for Abacus, Favayami S, Sehra Mariam, Araves Shankar, Iva Chindu. Chess competition, first prize winner Mohammad Yusuf. Second prize Seyhan Ahmad, Ashriya Ajish. Participation certificate for chess, Kashidev S, Kashinath S, Srihari A.V, Ayan N. Jayagumar, Iva Chindu. Participation certificates for rhymes, Izan Muhammad Aishafar, Nada Binji Nabil, Ayush A.S, Ayush A.S, Shrestha S, Madhav S. Shankar, Arham Ajim Shah, Adam Ajim Shah.
Participation certificate for basketball, Adinath S. Inaya S. Asif, Saida Fatima S. Adulya, Aman Sinoj Najum, Abhinav M. Raj. Vaika, participation certificate for football, Muhammad Ibrahim, Madhav Krishna, Adam Muhammad Jenzir, Adwait L.A., Adam bin Afil Abdullah, Rayan S. Hussain, Muhammad Rahis, Muhammad Yusuf, Sayam, Muhammad Razi, Seyhan Ahmad, Muhammad Nihan Fanas, Sayyid Ali Sujat, Afnan, Muhammad Salman, Ayan N. J. Kumar, Nived, Badrinath, Vaishnav, Now I hand over the mic to Rekha Miss. Thank you. Good morning all. Prize distribution continues. Certificate of participation for badminton, Arjunan, Advik Parwar, Kashi Dev, Saida Fatima S, Ridvik PR, Khadija Fatima, Anushka Shinu, Said Ali Sajid, Waha Muhammad Safir, Srihari AV, Anamika J, J Adarv, Al Riya Rishad, Rehan Shafiq, Arshida S, Nandakishore, Aditya SR, Maulika Nitin, Deveshwar Bijesh, Samaran Shiji, Hanna Rakhil. Now we have certificate of participation for drawing. Shrestha AS, Arzan Muhammad, Madhav S. Shankar, Arush AS, Ayush AS, Iza Mariam, Neelambari,
Mohammad Ayan A. Rehana Sara. Vaishnav R. Nivedya Nitin. Bhavayami S. Satvaga S.J. Eva Chindu. Shreya A.S. Shivanya Anish. Minna Mariam. Inaya S. Asif. INN J. Kumar. Arav Shankar. Adarv P. Nair. Himati. Ritvik P.R. Arshida S. Dheeraj R. Anushka Shinu. Srihari A.V. Arjun N. Next, karate. Shivanya Nish. Arshida S. Advaid L.A. Satvika S. Shreya A.S. Arjun N. Next, a certificate for dance. Shrestha A.S. Iza Mariam. Neelambari. Mohammad Basit. Izhan Mohammad. Mohammad Ayan. Rehana Sara. Madhav S. Shankar. Certificate for band. Deveshwar. Nandakishore. Ritvik P.R. Talib Thasim. Certificate for Chenda. Amish B. Kashinath S.
certificate for communicative English, Aditya Rajiv, Ramiz Naizam, Aratika Mahesh, Adam Ajam Shah, Arham Ajam Shah, Mohammad Yusuf Zain, Safa S. Arshu, Mohammad Ayan A, Anika Aju, Arzan Mohammad, Iza Mariam, Adityan MG, Mehza Irfan, Izan Mohammad Faiz Jamil, Neelambari, Faizan UR Rahman, Mohammad Ayan Rizwan. Certificate for communicating English for higher class students, Shivanya Amish, Sarah Mariam, Ishan Shaji, Salman Farisi, Bhavayami S, Adityan, Shreya AS, Adar P. Nair, Hima T, Arav S. Shankar, Mina Mariam, Ayan N. Jaykumar, Deveshwar Bijesh, Ritvik PR, Advaid LA, Adam bin Afil, Prayag PR, Ashriya Ajish, Adish P. Nair, Dheeraj R, Anushka Shinu, Anamika J, Mridu Krishna, Amish B, Mehrin BV, Sajidul Rahman, Nandakishore. നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്ന സെയ്ദ് സബർമതി സാറിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിൻസിപ്പൽ ഫാദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ അശ്വതി മിസ്സിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട മാനേജർ ഫാദർ, പ്രിൻസിപ്പൽ ഫാദർ, വൈസ് പ്രിൻസിപ്പൽ, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സെയ്സ, എൻ്റെ
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, രക്ഷകർത്താക്കൾ എല്ലാവർക്കും നമസ്കാരം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എന്നും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നമ്മുടെ സ്കൂളിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ആടാനും പാടാനും പരസ്പരം ഒത്തൊരുമിക്കാനും ഒക്കെയായി നമ്മുടെ സ്കൂൾ സംഘടിപ്പിച്ച 1 മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാല ക്യാമ്പിൻ്റെ സമാപന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇങ്ങനെയൊരു ക്യാമ്പ് നടത്തുവാൻ നമുക്കിവിടെ അവസരം തന്ന ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനോടാണ് എനിക്ക് ആദ്യമായി നന്ദി അറിയിക്കുവാനുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും നമുക്ക് പരിപൂർണ പിന്തുണ നൽകി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന മാനേജർ ഫാദർ മാത്യൂസ് ചെക്കാലക്കൽ അച്ഛനെ എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനോടാണ്. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊരു അവധിക്കാല ക്യാമ്പ് ആദ്യമായാണ്. ഇങ്ങനെയൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ഇതിൻ്റെ പ്ലാനിംഗ് മുതൽ ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങ് വരെയുള്ള ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശമരുളി നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദറിന് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന സയ്യിദ് സാറിനോടാണ് എനിക്ക് അടുത്തതായി നന്ദി അറിയിക്കുവാനുള്ളത്. സാറിൻ്റെ വൈഫ് എൻ്റെ ഫ്രണ്ടാണ്. ടീച്ചർ മണക്കാട് ചിന്മയ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്യാമ്പിൻ്റെ സമാപനത്തിന് വേണ്ടി നമുക്കൊരു ഗസ്റ്റിനെ വിളിക്കാമെന്ന് ഫാദർ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ ടീച്ചറിനെ വിളിക്കുകയും ടീച്ചർ അപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞ് സാറിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ എത്താം ടീച്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ദിനം കാഴ്ചവെക്കുകയും നല്ലൊരു കവിത ചൊല്ലി അവരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സയ്യിദ് സാറിന് എൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മോടൊപ്പം ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ഗിരിജ ടീച്ചറിനും സ്റ്റാഫ് സെക്രട്ടറി ജയചന്ദ്ര മിസ്സിനും എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് നമ്മുടെ ക്യാമ്പ് നയിച്ച അധ്യാപകർക്കാണ്. ക്യാമ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം സഹകരിച്ച എല്ലാ അധ്യാപകർക്കും, ഈ ക്യാമ്പിൽ സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി അർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരായ അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ സ്വന്തം പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. നാഷണാന്തത്തോടുകൂടി നമ്മുടെ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്.